ഇനി നമുക്ക് ഇതാ ലതീഷിലേക്ക് പോവുകയാണ്. കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ടാണ്. അപ്പോൾ ലതീഷ് ഉണ്ട് കോഴിക്കോട്ടെ മഴയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ലതീഷ്, എന്താണ് കോഴിക്കോട്ട് മഴ പെയ്യുന്നുണ്ടോ? റെഡ് അലർട്ടാണ് എന്ന് പറഞ്ഞിട്ട് കുടയൊന്നും ഇല്ലാതെയാണല്ലോ നിൽക്കുന്നത്. മനു, മഴയുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട കനത്ത മഴയാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. ഇപ്പോൾ കുറച്ച് സമയമായി മഴ പെയ്യാതെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് കുട ചൂടാതിരിക്കുന്നത്. രാവിലെ മുതൽ കനത്ത മഴ ഉണ്ടായിരുന്നു. ഒറ്റപ്പെട്ട കനത്ത മഴയാണ്. തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ ഇന്നില്ല. ഇന്നലെ രാത്രിയുമെല്ലാം മഴയുണ്ടായിരുന്നു. എല്ലാ മേഖലകളിലും, തീരദേശത്തും അതേപോലെ തന്നെ മലയോര മേഖലകളിലുമെല്ലാം ഒറ്റപ്പെട്ട കനത്ത മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ജില്ലയിൽ റെഡ് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. ഇന്നലെ മാത്രം 60 വീടുകളാണ് ഭാഗികമായി തകരുന്ന സാഹചര്യം ഉണ്ടായത്. മരങ്ങൾ മുറിഞ്ഞു വീണും മതിലിടിഞ്ഞും അതേപോലെ തന്നെ വെള്ളം കയറിയുമെല്ലാം വീടുകൾ തകരുന്ന സാഹചര്യമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിലവിൽ 3 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് താലൂക്കിൽ 2 ക്യാമ്പുകളും അതേപോലെ തന്നെ വിലങ്ങാട് കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ 18 കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 3 ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ, കൂടുതൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതിനാവശ്യമായ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം പറയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മനു സൂചിപ്പിച്ച വിഷയം തന്നെയാണ്. ഇന്നലെ രാത്രിയാണ് കാറ്റിലും മഴയിലും മരങ്ങൾ പൊട്ടി വീണ് 3 മരങ്ങളാണ് പൊട്ടി വീണ് അരീക്കാട്, ഫറൂഖിനും അതേപോലെ തന്നെ കല്ലായിക്കും ഇടയിൽ അരീക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് കാറ്റിൽ മരം പൊട്ടി വീണതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. 7 മണിയോടുകൂടിയാണ് ഈ അപകടം നടന്നത്. ജാംനഗർ എക്സ്പ്രസ് ഒരു 200 മീറ്റർ അകലെ നിർത്തിയതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത്. എന്തായാലും രാത്രി 10 മണിയോടുകൂടി 3 മണിക്കൂർ എടുത്തു ഒരു ട്രാക്കിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ. പുലർച്ചെ 5:30 പൂർണ്ണമായും ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. അരമണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ട്രെയിനുകൾ, കോഴിക്കോട് റൂട്ടിലോടുന്ന ട്രെയിനുകൾ വൈകി ഓടുന്ന സാഹചര്യമുണ്ട്. കോഴിക്കോട് മാത്രമല്ല, ഇന്നലെ ആലുവയിലും മരം മുറിഞ്ഞു വീണതിനെ തുടർന്ന് റെയിൽവേ ട്രാക്കിൽ തടസ്സം നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലൂടെ ഓടുന്ന ട്രെയിനുകൾ അധികവും വൈകി ഓടുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. മനു, ശരി ലതീഷാണ് ഈ വിവരങ്ങൾ നൽകിയത്. മഴയുടെ ഈ ദുരിതപ്പെയ്ത്തിൽ ട്രെയിനുകളൊക്കെ വൈകുന്നു, പലയിടങ്ങളിൽ റെയിൽവേ ട്രാക്കിൽ തടസ്സമുണ്ടാകുന്നു. ഞാനിപ്പോൾ നോക്കിയപ്പോൾ മലബാർ എക്സ്പ്രസ് ഒക്കെ ഏകദേശം 2-3 മണിക്കൂർ വൈകി ഓടുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.